ആ എം ജി ആറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വിജയ് കാണിക്കുന്ന ശൈലിയാണ്. അതായത് ആൾക്കൂട്ടത്തിനെ ഇങ്ങനെ കയ്യിലെടുത്ത് അമ്മാനമാടാനുള്ള ഒരു ശക്തി എം ജി ആറിനുണ്ടായിരുന്നു. അതിനുശേഷം ആ ശക്തി ഞാൻ കണ്ടത് വിജയിൽ മാത്രമേ ഉള്ളൂ. ബി ജെ പിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അണ്ണാമലയാണ് ഓരോന്നോരോന്നായിട്ട് അഴിമതി മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് ഡി എം കെയുടെ തൊലി ഉരിച്ച് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് അൾട്ടിമേറ്റ്ലി ബി ജെ പിക്കും എ ഐ ഡി എം കെക്കും കിട്ടുമെന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെയും കണക്ക്. തിരുച്ചിറപ്പള്ളിയിൽ ഈ യോഗം വെച്ചത് തന്നെ അദ്ദേഹം അതിനാണ്. അണ്ണ എവിടെ നിന്ന് തുടങ്ങിയോ, എം ജി ആർ എവിടെ നിന്ന് തുടങ്ങിയോ, അവിടെ നിന്ന് ഞാനും തുടങ്ങുകയാണ്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. അല്പം തമിഴ് പൊളിറ്റിക്സ് ആവാം. കാരണം ദളപതി വിജയ് തമിഴക വെற்றி കഴകത്തിലൂടെ തമിഴകത്തെ ആകെ കയ്യിലെടുത്തിരിക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഡി എം കെയുടെ നെഞ്ചിടിപ്പ് ഏറുകയാണെന്നുള്ള വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയ് എന്ന സൂപ്പർ സ്റ്റാർ രാഷ്ട്രീയത്തിലെ സൂപ്പർ സ്റ്റാറായി മാറുകയാണോ തമിഴ്നാട്ടിൽ? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. തമിഴക വെற்றி കഴകം രൂപീകൃതമായിട്ട് അധികമായില്ല. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ്. എവിടെയും വലിയ ജനക്കൂട്ടമാണ്. ഏത് മീറ്റിങ്ങിനും അതെ, ഭയങ്കര ആൾക്കൂട്ടമാണ്. നമ്മുടെ ചരിത്രം പറയുന്നത് ഈ ആൾക്കൂട്ടം ഒന്നും വോട്ടായി മുഴുവനും മാറാറില്ല എന്നുള്ളതാണ്. എങ്കിലും വിജയിയോടുള്ള ആരാധന നമുക്കറിയാം. ഈ ആരാധന മൂത്ത് വിജയ് നമ്മുടെ രാഷ്ട്രീയത്തിലെയും സൂപ്പർ സ്റ്റാറായി തന്നെ നിലനിൽക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം തമിഴ് മക്കളുണ്ട്. എന്തായിരിക്കാം ഇപ്പോൾ തമിഴക വെற்றி കഴകത്തിൻ്റെ മുന്നേറ്റം കാണുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത്? എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, തമിഴ്നാട്ടിൽ സിനിമാ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയുണ്ട്. സിനിമാ രാഷ്ട്രീയത്തിലെ ആൾക്കൂട്ടം വോട്ടായി മാറാറുമുണ്ട്. പഴയ ചരിത്രം അതാണ്. പക്ഷേ കമലഹാസൻ അവിടെ ചുവടുറപ്പിക്കാൻ സാധിച്ചില്ല. അതെ, കമലഹാസൻ അല്ല വിജയ്. എം ജി ആർ ആരാണോ, ഏതാണ്ട് രജനീകാന്ത് ആരാണോ, ഏതാണ്ട് അതിനടുത്ത് നിൽക്കുന്ന ആളാണ് ഇളയ ദളപതി. രജനീകാന്ത് പൊളിറ്റിക്സിൽ വന്നിരുന്നെങ്കിൽ എം ജി ആർ വന്ന പോലെ, ജയലളിത വന്ന പോലെ അദ്ദേഹം ഷൈൻ ചെയ്തതിനെ. തീർച്ചയായിട്ടും ബി ജെ പിയുടെ നേതൃത്വത്തിൽ രജനീകാന്തിന് അവിടെ ഒരു പാർട്ടി ഉണ്ടാക്കി മുഖ്യമന്ത്രിയാകാൻ കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിനുള്ള ഒരു വിൽ പവർ ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ഒരു മൂഡില്ല. അതല്ലായിരുന്നെങ്കിൽ അദ്ദേഹം അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് ഇതിനകം തന്നെ വന്നേനെ. ഇപ്പോൾ നമ്മൾ അതേപ്പോ ഈ നമ്മുടെ മലയാളത്തിലെ ചില താരങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ ഈ സ്റ്റാർഡം ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ നശിച്ചു പോകുമോ അല്ലെങ്കിൽ ഇടിഞ്ഞു പോകുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലെ വെല്ലുവിളികൾ നേരിടാനുള്ള ത്രാണി പോരാ എന്നാണ്. അദ്ദേഹം വളരെ ഫെയിന്റ് ആയിപ്പോയി. എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിപ്പോയി. ഈ പാർട്ടി രൂപീകരിക്കാനുള്ള ആ നീക്കത്തിലേക്ക് ഇങ്ങനെ വന്ന് 2-3 സ്റ്റെപ്പ് കടന്നപ്പോഴേക്കും അദ്ദേഹം വിളറി തറയിൽ വീഴുന്ന അവസ്ഥയിലായി, ഹോസ്പിറ്റലായി. എന്നിട്ട് അദ്ദേഹം ഫിസിക്കൽ റീസൺ പറഞ്ഞ് നരേന്ദ്രമോദിയോട് മാപ്പ് ചോദിച്ച് ഷെഡി കയറുകയാണ് ചെയ്തത്. തമിഴ്നാട്ടിൽ സ്റ്റൈൽമാനന് പ്രത്യേകമായൊരു സ്ഥാനം തന്നെയുണ്ട്. അതുപോലെ വിജയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്നാൽ കമലഹാസനോ അല്ലെങ്കിൽ വിജയകാന്തോ ഒന്നും അത്രയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു സ്റ്റാർ വാല്യൂ ഇല്ല. അതായത് തമിഴ്നാട്ടിൽ ഹിസ്റ്റീരിയ ആയിട്ട് ജനങ്ങളുടെ ഇടയിൽ നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. അതിന് കഴിഞ്ഞ ആളാണ് എം ജി ആർ. അതെ, എം ജി ആറിന്, അതായത് ആദ്യം തമിഴ്നാട്ടിൽ 57 മുതൽ ഈ മദ്രാസ് ആയിരുന്നപ്പോൾ അവിടെ കോൺഗ്രസിന്റെ ആധിപത്യമായിരുന്നു. കാമരാജ് എന്ന് പറഞ്ഞാൽ സിനിമയിലില്ലെങ്കിലും അദ്ദേഹത്തിന് അപാരമായ ജനങ്ങളെ ഇളക്കി മറിക്കാനുള്ള കഴിവുണ്ട്. മഹാത്മാഗാന്ധി വന്നിട്ട് മധുരയിൽ ഹിന്ദിയിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഹിന്ദിയിൽ പ്രസംഗിക്കരുത്, ഇംഗ്ലീഷിൽ പ്രസംഗിക്കണം, ഞങ്ങളിത് തമിഴിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ല, അത് രാജ്യത്തിൻ്റെ ഭാഗമാണ്, ഇവിടെ ഹിന്ദി പഠിക്കണം എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധി പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം തോളിൽ നിന്ന് തോർത്തെടുത്തിട്ട് എந்திരിച്ച് പോയിടുങ്ങളോ എന്നാണ് പറഞ്ഞത്. എந்திരിച്ച് പോയിടുങ്ങളോ എന്ന് പറഞ്ഞത് എണീറ്റ് പോയടേ എന്നാണ് പറഞ്ഞത്. ആള് മുഴുവൻ എണീറ്റ് പോയി. മഹാത്മാഗാന്ധി സ്തബ്ധനായിപ്പോയി. എന്നെ കാണാൻ ഇത്രയും തടിച്ചു കൂടിയവർ, ഈ ഒരു കറുത്ത മനുഷ്യൻ പറഞ്ഞപ്പോൾ ഇത്രയും പേര് ഇറങ്ങിപ്പോയല്ലോ എന്ന് അതിശയിച്ചു പോയി. അങ്ങനെ ഹിസ്റ്റീരിയ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന നേതാക്കൾ കരുണാനിധി അങ്ങനെ ആയിരുന്നു. കരുണാനിധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം കലൈഞ്ചർ ആണ്, കലാകാരനാണ്. അദ്ദേഹം വാക്കുകൊണ്ടും എഴുത്തുകൊണ്ടും എല്ലാം അദ്ദേഹം ആൾക്കാർക്ക് പേരിടുന്ന പോലെ എങ്ങനെയല്ലേ, കന്നിമൊഴി, എന്തൊരു ഭംഗിയുള്ളൊരു പേരാണ്. തമിഴ് എന്ന് പറയുന്നത് തന്നെ വളരെ സുന്ദരമായ ഭാഷയാണ്, ശക്തമായ ഭാഷയാണ്. നമ്മൾ എടാന്ന് വിളിക്കുന്നത് ഡായ് എന്ന് പറയുന്ന അതിന്റെ ഇത് ഭയങ്കരമാണ്.
അത്രയ്ക്ക് പവർഫുൾ ആണ് അവരുടെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറയുന്നതും വിടാമാട്ടേൻ എന്ന് പറയുന്നത് അതിന്റെ ആ വോയിസിലെ മോഡുലേഷനും എല്ലാം കൂടെ അവരുടെ സംസ്കാരം തന്നെ ഒരു വൈബ്രന്റ് ആണ്. വളരെ വൈബ്രന്റ് ആയ ഒരു സംസ്കാരമാണ്. ആ വൈബ്രന്റ് ആയ സംസ്കാരത്തിലുള്ള അല്ലെങ്കിൽ മാനസികാവസ്ഥയുള്ള ജനങ്ങളെ തങ്ങളിലേക്ക് അടുപ്പിക്കണമെങ്കിൽ അങ്ങനെ വൈബ്രന്റ് ആയിട്ട് ഒരു ലീഡർ വേണം. അതാണ് MGR കഴിഞ്ഞത്. കരുണാനിധി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. MGR അന്ന് പിന്നെ പാർട്ടിയുടെ ട്രഷറാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കരുണാനിധി 65 മുതൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് വളരെ 62 മുതൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് പിടിച്ചില്ല. പിന്നെ അണ്ണയുടെ കാലശേഷം 72 മുതലാണ്. 62 അണ്ണ ഉള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് അണ്ണ 67 അണ്ണാദുരൈ മുഖ്യമന്ത്രിയാകുന്നു. അവിടെ അപ്പോഴാണ് ദ്രാവിഡ ആശയം വളരെ അടിത്തട്ടിൽ അദ്ദേഹം കൊണ്ടുവരുന്നത്. തമിഴ്നാട് എന്നുള്ള പേര് അദ്ദേഹം കൊണ്ടുവന്നു. അതുവരെ മദ്രാസ് സ്റ്റേറ്റ് ആണ്. ആ 67 അദ്ദേഹം വന്ന് 69 തമിഴ്നാട് സംസ്ഥാനമാക്കി. അങ്ങനെ മദ്രാസ് സംസ്ഥാനത്തിലും തമിഴ്നാട് സംസ്ഥാനത്തിലും മുഖ്യമന്ത്രിയായിരുന്ന ഏക വ്യക്തി അണ്ണാദുരയാണ്. അത് അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായി 67 മുഖ്യമന്ത്രിയായി 20 ദിവസമേ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം മരിച്ചുപോയി. അപ്പോഴാണ് കരുണാനിധിക്ക് റോള് കിട്ടുന്നത്. കരുണാനിധി അങ്ങനെ ഏകഛത്രാധിപതിയായിട്ട് DMK മുഴുവൻ അടക്കി വാഴുകയായിരുന്നു. അങ്ങനെ 72 ഈ പിന്നെ MGRന്റെ ചലനങ്ങൾ ഇദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. MGR ചെല്ലുന്നിടത്തെല്ലാം ഭയങ്കര ആൾക്കൂട്ടം. അപ്പോൾ MGRനെ ഒതുക്കിയില്ലെങ്കിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും രക്ഷയില്ല എന്നുള്ളത് ഇദ്ദേഹത്തിന് ഈ തലമുറ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. എനിക്ക് ശേഷം എൻ്റെ മകൻ, മകന് ശേഷം മകൻ്റെ മകൻ, ഈ ഒരു രാഷ്ട്രീയമാണ്. പരിവാർ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് കരുണാനിധി. അപ്പോൾ ഇതിന് തടസ്സം ഈ MGR വരുമെന്ന് കണ്ടുകൊണ്ട് MGRനെ പതുക്കെ തഴയാൻ തുടങ്ങി. അപ്പോൾ MGRന് ഇത് മനസ്സിലായി, എന്നെ ഇങ്ങനെ തഴയാൻ ശ്രമിക്കുകയാണ്. അതിന് അദ്ദേഹം പിന്നെ ഇദ്ദേഹത്തെ പ്രതിരോധിക്കാൻ തുടങ്ങി. പിന്നെ കരുണാനിധി അഴിമതി കാണിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ആ ഒരു കാരണം പറഞ്ഞ് 72 അങ്ങ് പുറത്താക്കി. 1972 പുറത്താക്കി. ഇതുപോലെ തന്നെ വിജയെ പോലെ അദ്ദേഹം 74 ഈ തിരുച്ചിറപ്പള്ളിയിൽ, ഇന്നിപ്പോൾ വിജയ് തിരുച്ചിറപ്പള്ളിയിൽ നടത്തുന്ന അതേപോലത്തെ ഒരു പരിപാടി തിരുച്ചിറപ്പള്ളിയിൽ വെച്ച് ആദ്യം പാർട്ടിയുടെ യോഗം ചേരുകയാണ്. തിരുച്ചിറപ്പള്ളിയുടെ വേറൊരു പ്രത്യേകത, അണ്ണ ഇതുപോലെ തന്നെ 54 പാർട്ടിയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് മുന്നോട്ട് വന്നത് ഈ തിരുച്ചിറപ്പള്ളിയിലാണ്. ആ പാർട്ടിയുടെ പേരിലും അണ്ണ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അണ്ണ DMK എന്നാണ് അദ്ദേഹം പേരിട്ട്. അതായത് 72 അദ്ദേഹത്തിനെ പുറത്താക്കി. അതിനുശേഷം 74 അദ്ദേഹം ആദ്യമായിട്ട് തിരുച്ചിറപ്പള്ളിയിൽ ഒരു യോഗം ചേർന്നു. അതിനുശേഷം 77 ആയപ്പോഴേക്കും അദ്ദേഹം ആ പാർട്ടിയെ ശക്തമാക്കിയെടുത്ത് ഇലക്ഷൻ നിന്നു. അന്ന് ഇതുപോലെയാണ് എല്ലാവരും പറഞ്ഞു, കരുണാനിധിയുടെ ആ ഓർഗനൈസേഷൻ സെറ്റപ്പ്, പാർട്ടി, കേഡർ പാർട്ടി, നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ 10 ഇരട്ടി കേഡർ സെറ്റപ്പ് ഉള്ള ഒരു പാർട്ടിയാണ് DMK. അത് അണ്ണ അങ്ങനെ ആക്കി വെച്ചതാണ്. കരുണാനിധി അത് പിന്തുടർന്നു. ഇന്ന് DMKയിലെ സ്റ്റാലിൻ്റെ കയ്യിലും ആ ഒരു കേഡർ സംവിധാനം നിലനിൽപ്പുണ്ട്. അതാണ് സ്റ്റാലിനെ പൊളിക്കാൻ പറ്റുന്നത് പലർക്കും പറ്റാത്തത്. അവിടെയാണ് MGR വന്നിട്ട് 77 തൂത്തുപറക്കി എടുത്തത്. 134 സീറ്റുള്ളതിലാണ്ട് 100 സീറ്റിന് താഴെ എതിരാളിക്ക് കിട്ടിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതും ബാക്കി മുഴുവൻ അദ്ദേഹം തൂത്തുപറക്കി എടുത്തത്. അന്ന് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇദ്ദേഹത്തിന് പിന്നെ അന്ന് ജനതാ പാർട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇദ്ദേഹത്തിൻ്റെ കൂടെയായി. പിന്നീട് വീണ്ടും ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹം പിന്നെ സെൻട്രലിന് സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ 80 ഇന്ദിരാഗാന്ധി വന്നു. ഇന്ദിരാഗാന്ധിക്ക് വന്നപ്പോൾ DMKയുമായിട്ട് ചേർന്നാണ് മത്സരിച്ചത്. അപ്പോൾ രണ്ടാമതൊന്ന് ഇന്ദിരാ തരംഗത്തിൽ DMK കുറേ സീറ്റുകൾ പാർലമെൻറ്റിലേക്ക് കിട്ടി. അപ്പോൾ DMK പ്രഷറൈസ് ചെയ്ത് പിന്നെ MGRനെ പുറത്താക്കണം. അങ്ങനെ MGRനെ പുറത്താക്കി ഇന്ദിരാഗാന്ധി ഇലക്ഷൻ വെച്ചു. പക്ഷേ തമ്പിങ് മെജോറിറ്റിയോടുകൂടി ഇന്ദിരാഗാന്ധിയെ പോലും തള്ളിയിട്ടുകൊണ്ട് MGR രംഗത്ത് വന്നു. ആ MGRന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വിജയ് കാണിക്കുന്ന ശൈലിയാണ്. അതായത് ആൾക്കൂട്ടത്തിനെ ഇങ്ങനെ കയ്യിലെടുത്ത് അമ്മാനമാടാനുള്ള ഒരു ശക്തി MGRനുണ്ടായിരുന്നു. അതിനുശേഷം ആ ശക്തി ഞാൻ കണ്ടത് വിജയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ കമലഹാസനിലോ വിജയകാന്തിലോ ഒന്നും ആ ഒരു ശക്തി ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നെ ജയലളിതയ്ക്കും ഏകദേശം ആ ഒരു കഴിവുണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിന്റെ നായിക എന്നുള്ള പ്രത്യേകതയാണ്. ഈ രണ്ടുപേരും ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അതായത് പണ്ട് MGR ചെയ്തിരുന്നതും ഇപ്പോൾ വിജയ് ചെയ്തു വന്നതും ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നോക്കുമ്പോഴും സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കൊണ്ടുപോകുന്ന വിധത്തിലുള്ള വളരെ അതിമാനുഷ്യനായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച്, അപ്പോൾ അവരുടെ മനസ്സിലൊക്കെ തന്നെ അത്തരത്തിലൊരു കഥാപാത്രം ഇടം പിടിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു ക്യാരക്ടർ ഉള്ള ആളായി വിജയ് മാറിയിരിക്കുന്നു. സിനിമയെ റിയൽ ആയിട്ട് അവർ കാണുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം 87
അതായത് 77 മുതൽ 87 മരിക്കുന്നത് വരെ MGR ആയിരുന്നു അവിടെ മുഖ്യമന്ത്രി. MGRനെ ആര് തോൽപ്പിക്കാൻ? ഇന്ദിരാഗാന്ധി നോക്കിയിട്ടുണ്ട്, മറ്റു പലരും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും DMK എല്ലാം അമ്പേ പരാജയമായിപ്പോയി. അദ്ദേഹം ജീവിച്ചിരുന്ന നാള് പിന്നെ ഒരിക്കൽ പോലും DMKക്കും കരുണാനിധിക്കും അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല. എല്ലാ അടവുകൾ പയറ്റിയിട്ടും. അപ്പോൾ 77 അദ്ദേഹം മരിച്ചപ്പോൾ, 87 അദ്ദേഹം മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭാര്യയെ ജാനകി രാമേന്ദ്രനെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. പക്ഷെ ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നുള്ളതാണ്. സിനിമയിലെ ഭാര്യയായ ജയലളിതയാണ് ആളുകൾക്ക് ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞതെന്നുള്ളത്. അതാണ് അവർ റിയാലിറ്റിയെ മറന്നുകൊണ്ട് അവർ ആ സെല്ലുലോയിഡിൽ ഭ്രമിച്ചു നിൽക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് ജയലളിത കയറി വീണ്ടും AIADMKയുടെ തലപ്പത്ത് വരികയും അവർ അധികാരം പിടിക്കുകയും ചെയ്തു. പക്ഷെ വേറൊന്നും കൂടി നമ്മൾ മറന്നുകൂടാ. ഈ സിനിമയിലെ മാത്രമല്ല, അവർ രാഷ്ട്രീയത്തിലും അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി MGR ചെയ്ത കാര്യങ്ങൾ അതാണ് അദ്ദേഹത്തെ. MGRന്റെ ഒരു പ്രത്യേകത എന്താ അറിയുമോ? MGR മുന്നോട്ട് വന്നത് എന്താണ്? DMKയുടെ കരുണാനിധിയുടെ അഴിമതിയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്ന് വിജയും അത് ജയലളിതയും അത് തന്നെയാണ് കൊണ്ടുവന്നത്. DMKയുടെ കഴിവുകേടുകൾ, അവരുടെ അഴിമതിയൊക്കെയാണ് അവർ പുറത്തുകൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത്. ഇന്ന് വിജയ് ചെയ്യുന്നു അതാണ്. ഒരു സൈഡിൽ അണ്ണായുടെ പടം, ഒരു സൈഡിൽ MGRന്റെ പടവും വെച്ചുകൊണ്ട് വിജയ് പറയുന്നത് മുഴുവൻ നിങ്ങൾക്ക് ഈ DMK വിദ്യാഭ്യാസ സബ്സിഡി തരാമെന്ന് പറഞ്ഞു, തന്നോ? നിങ്ങൾക്ക് ഈ DMK ഡീസൽ 3 രൂപ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു, തന്നോ? നിങ്ങൾക്ക് ഈ അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഗ്യാസിന് സബ്സിഡി തരുമെന്ന് പറഞ്ഞു, തന്നോ? അപ്പോ ജനം തന്നില്ല, എണ്ണി ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പോ ജനം ഇങ്ങനെ ആർത്ത് പറയും, തന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നിങ്ങൾ DMKക്ക് വോട്ട് പോടുമാ എന്ന് ചോദിക്കുക. ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജനം ഇളകി മറിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇത് MGRന്റെ ശൈലിയായിരുന്നു. MGR ആളുകളോട് ചോദിക്കുക, എന്നിട്ട് ഇന്ററാക്ഷൻ, അതായത് ജനത്തിനെ മുഴുവൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ടുണ്ട്. ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് 10 പ്രാവശ്യം അവനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രിപ്പയർഡ് ആക്കുകയാണ്. ഇനി 92 ദിവസം നടക്കുന്ന റാലികൾ ഇതുപോലെയാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തുടങ്ങി 92 ദിവസം തമിഴ്നാട് മുഴുവൻ കറങ്ങിക്കൊണ്ട് വിജയ് റാലി വെച്ചിരിക്കുകയാണ്. ഇത് ഈ രീതിയിൽ പോയാൽ, കാരണം DMKയെ കുറിച്ച് ഒരുപാട് അഴിമതി പ്രശ്നങ്ങളും മറ്റുമായിട്ട് നിൽക്കുകയാണ്. ഈ DMKയുടെ അഴിമതി മുഴുവൻ പുറത്തു കൊണ്ടുവന്നത് അണ്ണാമലയാണ്. BJPയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അണ്ണാമലയാണ് ഓരോന്നായിട്ട് അഴിമതി മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് DMKയുടെ തൊലി ഉരിച്ച് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചത്. പക്ഷേ DMKക്ക് ഇത്രയുള്ള വെറുപ്പുണ്ടായെങ്കിൽ പോലും ഒരു നാഷണൽ പാർട്ടി അല്ലെങ്കിൽ വടക്കൻ പാർട്ടി എന്നുള്ള ഒരു അപാകത BJPക്ക് അവിടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് അണ്ണാമലയ്ക്ക് ഇത് മുഴുവൻ, എന്നിട്ട് തന്നെ അദ്ദേഹം 20% വോട്ട് പിടിച്ചു, 3-4% കിടന്ന് 20%ആക്കി. പക്ഷെ സീറ്റിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ബുദ്ധിമാനായ അമിത്ഷാ തന്ത്രം മാറ്റിയത്. ഇതിപ്പോ അങ്ങ് പറഞ്ഞു വരുന്നത് BJPയുടെ ഒരു ആയുധമാണ് വിജയ്, അല്ലെങ്കിൽ വിജയുടെ പിന്നിൽ BJP ആണെന്നാണോ? തീർച്ചയായിട്ടും. അതായത് DMKയുടെ ആ ഒരു അപ്രമാദിത്വം പൊളിക്കാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് കയറാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അത് പ്രധാന കാരണം ഈ അണ്ണാമല ഇത്രയും കളിച്ചിട്ടും 20% വോട്ട് നേടി എന്നല്ലാതെ സീറ്റ് നേടിയില്ല. ഇതിന്റെ അടിത്തറ ഇളക്കാൻ ഇനിയും ഒരുപാട് പണിയേണ്ടിയിരിക്കുന്നു. അപ്പം അത്രയ്ക്ക് സമയം കളയാൻ BJPക്ക് ഇല്ല. പെട്ടെന്ന് ഇവിടെ നമുക്ക് ഒരു സ്റ്റേ ഉണ്ടാക്കണം. അതിനാണ് AIADMKയുമായിട്ട് കൂട്ടുചേർന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ശ്രമം നടത്തുന്നതും. ഒപ്പം AIADMKക്കും പോലും DMKയുടെ അടിത്തറ ഇളക്കാൻ കഴിയുമോ എന്ന്. അതിനൊരു മാസ് ലീഡർ വേണം. അതിന് കുറെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവാണ്. DMKയിൽ നിന്ന് വോട്ട് പോകണം. AIADMKയും BJPയും മാത്രം വിചാരിച്ചാൽ DMKയുടെ വോട്ട് പോകില്ല. വോട്ട് അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് ആണ് ഈ വിജയെ കൊണ്ട് തന്നെ പറയുക, DMK நீங்க என்ன அவங்க நீங்க என்ன பாயசமா, அவங்க പാഷാണമെങ്കിൽ நீங்க പായസമാ, നീങ്കയും പാഷാണം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് DMK അദ്ദേഹം നേരിടുന്നത്. അപ്പോൾ BJPയെയും എതിർക്കുന്നു, DMKയും എതിർക്കുന്നു. പ്രത്യക്ഷത്തിൽ BJP എതിർക്കുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ BJP എതിർക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ BJP എതിർത്താലേ DMKയുടെ വോട്ടുകൾ ഇങ്ങോട്ട് വരുള്ളൂ. ദേശീയ മാത്രം പറഞ്ഞാലേ അങ്ങനെ വോട്ട് പോകില്ല. വോട്ട് കൂടുതൽ വീഴണമെങ്കിൽ DMKയെ നല്ലപോലെ എതിർക്കണം, അതോടൊപ്പം BJP എതിർക്കണം. അപ്പോൾ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ സംസ്കാരത്തിന്റെ ഉറവിടം ഭയങ്കര ശക്തമാണ്. അത് അണ്ണ ഉണ്ടാക്കി വെച്ചതാണ്. തമിഴ്നാട് എന്ന് പറഞ്ഞ സംസ്ഥാനം തന്നെ വേണമെന്ന് അദ്ദേഹം ആദ്യം വാദിച്ചതിനാണ്. പിന്നെ അവിടെ 2 ഭാഷയേ ഉള്ളൂ, തമിഴും
ഇംഗ്ലീഷും. അന്ന് അണ്ണാ പറഞ്ഞു ഞങ്ങൾ ത്രിഭാഷയിൽ അംഗീകരിക്കുന്നില്ല. അന്ന് മുതലേ തുടങ്ങിയതാണ് ഈ ഭാഷാ അടിസ്ഥാനത്തിലുള്ള, അതാണ് ഇപ്പോഴും അവർ വെച്ച് മുതലാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇപ്പോൾ വിജയ് ഇങ്ങനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങ് പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയ് ഈ ആൾക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റാൻ കെൽപ്പുള്ള ഒരാളായി തന്നെ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു നല്ല കൺസിഡറബിൾ വോട്ട് പിടിക്കുന്ന ഒരാളായി സീറ്റുകൾ നേടുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം അവസ്ഥയിലേക്ക് വന്നാൽ ഒരുപക്ഷെ ഡി എം കെ ഒരിക്കൽ കൂടെ അധികാരത്തിൽ വരാനും സാധ്യത ഉണ്ട്. കാരണം ഡി എം കെയും അങ്ങനെ തകർന്നു പോവില്ല, ബി ജെ പിയും കുറെ വോട്ട് പിടിക്കും. അപ്പോൾ ഒരു കയോസ് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് അവിടെ ഉണ്ടായി വരിക. ഇവർ 3 പേരും ഇങ്ങനെ 3 ബ്രാഞ്ചായി നിന്നുകൊണ്ട് ത്രികോണ മത്സരത്തിലേക്ക് പോയാൽ ഉണ്ടാവുക. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് അൾട്ടിമേറ്റ്ലി ബി ജെ പിക്കും എ ഐ ഡി എം കെക്കും കിട്ടുമെന്നുള്ളതാണ് കേന്ദ്രത്തിന്റെയും കണക്കുകൂട്ടൽ. അപ്പോൾ ഈ സ്റ്റാലിനിൽ നിന്നും ഉദയനിധി സ്റ്റാലിനിലേക്ക് ഡി എം കെ ബാറ്റൺ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അത്ര ഈസി അല്ല എന്നുള്ളതാണ് വിജയുടെ രംഗപ്രവേശനത്തിലൂടെ കാണുന്നത്. അതിനായിട്ട് ഇപ്പൊ വിജയ് ഇങ്ങനെ താരമായി ജനങ്ങളെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് പോകുമ്പം സ്റ്റാലിനും പുതിയ തന്ത്രം എടുക്കുകയാണ്. കമലഹാസനെ ഓൾറെഡി കയ്യിലെടുത്തു കഴിഞ്ഞു. ഇനി രജനീകാന്തിനെ കൂടെ ഇതിൽ ഇടയ്ക്ക്, ഒരുപാടൊന്നും വേണ്ട, ഇടയ്ക്ക് വന്നിട്ട് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നിട്ട് യവങ്ങൾക്ക് വോട്ട് പോടുങ്കോ എന്ന് പറഞ്ഞാൽ ചിലപ്പോ തമിഴ്നാട് ജനത കൺഫ്യൂഷനിലാവും. സ്റ്റൈൽ മന്നന് വോട്ട് കൊടുക്കണോ, ചിന്ന ദളപതിക്ക് വോട്ട് കൊടുക്കണോ? ചിഹ്നം മാറി ഇപ്പൊ ദളപതിയായി. അപ്പൊ ദളപതിക്ക് വോട്ട് കൊടുക്കണോ, സ്റ്റൈൽ മണ്ണന് വോട്ട് കൊടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരും. ആ വരുത്തുകയാണ് ഡി എം കെയുടെ സ്റ്റാലിന്റെ ഉദ്ദേശം. കേന്ദ്രത്തിന്റെ ഉദ്ദേശം ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു അടി നടന്ന് ഡി എം കെയുടെ അടിത്തറ ഇളക്കി വോട്ടുകൾ കുറെ ഇപ്പുറത്തേക്ക് പോയാൽ എ ഡി എം കെക്ക് ഒരു ജനറൽ ബേസ് ഉണ്ട്. ആ ബേസും ഇപ്പോൾ ബി ജെ പി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു 20% എന്ന് പറയുന്ന ആ വോട്ട് ബേസും കൂടെ നിന്നുകൊണ്ട് അവരും കുറച്ച് മുതലാക്കുക, ചില മേഖലകളിൽ ഉള്ള ശക്തി ബി ജെ പി നിലനിർത്തുക. അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ, അതായത് ദ്രാവിഡ ബേസിലുള്ള ആ കളി ഒന്ന് പൊളിച്ചെഴുത്തുക. ഈ ദ്രാവിഡ ബേസ് പറയുമ്പോൾ തന്നെ അവിടുത്തെ ജാതി രാഷ്ട്രീയം വളരെ ശക്തമാണ്. ഓരോ ജാതിയും ഓരോ വോട്ട് ബാങ്കാണ്. അത് പരമാവധി മുതലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് സ്റ്റാലിൻ. അതിലേക്ക് കടന്നു കയറുവാൻ വിജയ്ക്ക് സാധിക്കുമോ? പിന്നെ അത് താരപദവി വന്ന ഇതൊന്നും കേൾക്കില്ല. അതാണ് എം ജി ആർ ചെയ്തത്. എം ജി ആർ കരുണാനിധി എടുക്കാത്ത അടവുകളില്ല. ഇയാള് മലയാളിയാണ്, ഇയാള് പിന്നെ തമിഴ്നാട്ടുകാരനല്ല, ഇയാള് നായരാണ്, മറിച്ച് നമ്മുടെ ജാതിയെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വേലകൾ അവിടെ കരുണാനിധി കളിച്ചു നോക്കിയതാണ്. ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. ഒരു മാസ് ലീഡർ ആയി കഴിഞ്ഞാൽ ഇതിനെ അതിജീവിക്കാനുള്ള സകല തന്ത്രങ്ങളും, കാരണം 1-2 വർഷമല്ല, ഇപ്പം എത്രയോ നാളായി വിജയ് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ല, അത്രയൊന്നും വേണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, 74-ൽ ആദ്യമായിട്ട് എ ഡി എം കെ എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഒരു യോഗം ചേർന്ന് തന്നെ തിരുച്ചിറപ്പള്ളിയിൽ എം ജി ആർ. 77-ൽ 3 വർഷം കൊണ്ട് ഏതാണ്ട് 100 സീറ്റ്. ചുരുക്കി പറഞ്ഞാൽ വിജയിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു പൊളിറ്റിക്കൽ അഡ്വൈസർ കൂടെ ഉണ്ട്. എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ പൊളിറ്റിക്കൽ അഡ്വൈസർ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഇതുവരെ നടത്തിയ നീക്കങ്ങളെല്ലാം വളരെ കരുക്കൾ നീക്കിയാണ്. ഞാൻ പറഞ്ഞില്ലേ, തിരുച്ചിറപ്പള്ളിയിൽ ഈ യോഗം വെച്ചത് തന്നെ അദ്ദേഹം അതിനാണ്. അണ്ണാ എവിടെ നിന്ന് തുടങ്ങിയോ, എം ജി ആർ എവിടെ നിന്ന് തുടങ്ങിയോ, അവിടെ നിന്ന് ഞാനും തുടങ്ങുകയാണ്. ഞാൻ നമ്മൾ യുദ്ധത്തിന് ചിലപ്പോൾ യോദ്ധാക്കൾ പോകുമ്പോൾ ദൈവത്തിനെ കണ്ടുകൊണ്ടാണ്, വണങ്ങിയിട്ടാണ് പോകുന്നത്. ഞാൻ ജനാധിപത്യ യുദ്ധത്തിന് വന്നിരിക്കുന്നത് എൻ്റെ മുന്നിലെ ദൈവം നിങ്ങളാണ്, നിങ്ങളെ ജനതയെ കണ്ടിട്ട് വോട്ട് ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റൈൽ മൊത്തം ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന രീതിയാണ്. ഡയലോഗുകൾ മൊത്തം അങ്ങനെയാണ്. ഡി എം കെക്ക് വോട്ട് പോടുമാ എന്ന് ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഇല്ലേ 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 എന്ന് ജനങ്ങളെ കൊണ്ട് പറയുക. കൃത്യമായി എനിക്ക് തോന്നുന്നു ഒരു സിനിമാക്കാരൻ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. അതായത് അഴിമതി താൻ ചെയ്യില്ല എന്ന് ജനങ്ങളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ അതേതായ സ്റ്റൈലിൽ തന്നെയാണ്. താൻ കണ്ടത്രയും പണം ഇവിടുത്തെ നേതാക്കന്മാർ കണ്ടിട്ടില്ല, എനിക്ക് പണമല്ല വേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തമിഴ് ജനതയുടെ ഒരു പ്രത്യേകത, ഈ ടോപ്പ് ലീഡർഷിപ്പിനല്ല ഞാൻ പറഞ്ഞത്, തമിഴ് സാധാരണ ജനത ഈ പോയി ചൊല്ലുന്നത്, തപ്പ് കാണിക്കുന്നത്, ഏമാറ്റുന്നത്, പറ്റിക്കുന്നത്, കള്ളം പറയുന്നത്, ഇതൊന്നും അവിടുത്തെ, അതുപോലെ തന്നെ അടവ് പരിപാടികൾ, വേല കാണിക്കുന്നത്, ഇതൊന്നും അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. നമ്മുടെ ഇവിടെയാണ് ഈ അണ്ടർഗ്രൗണ്ട് വേല, പാരവെപ്പ്, ഇത്രയും അവിടെ ഡയറക്റ്റ് ആയിട്ടാണ് അവിടെ. എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് വേല കാണിച്ചാൽ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ഇവിടെ ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവനെതിരെ വേറെ ആരോപണങ്ങൾ, എന്തെങ്കിലും സ്ത്രീ വിഷയം കൊണ്ടുവരിക, അല്ലെങ്കിൽ പണത്തിന്റെ ഇടപാടിൽ കൊണ്ടുവരിക. അവിടെ അത് ഇഷ്ടമേ അല്ല അവർക്ക്.
ഡയറക്റ്റ് ആയിട്ട് പറയണം എന്നുള്ളതാണ്. നീ ചെയ്ത തെറ്റ് ഇന്നതാണെന്ന് പറയണം. അതിന് നീ വേറെ വളച്ചേട്ടി വേറെ പറയണം എന്തെങ്കിലും ചോദിക്കും. ആ ഒരു പ്രത്യേകത തമിഴ് ജനതയ്ക്കുണ്ട്. സ്ട്രൈറ്റ് ആണ് അവർ. ഓക്കെ. ആ ഒരു പ്രത്യേകത ഒരുപക്ഷെ ഈ അഴിമതിയുടെ കാര്യത്തിൽ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യം. പക്ഷേ DMKക്കും സ്റ്റാലിനും ഒരു ചോദ്യം അതിന് മറുപടി കൊടുക്കാനൊരു വോട്ട് കുത്താനൊരു സാധനമില്ല. പക്ഷേ ഇപ്പോൾ വിജയ് അങ്ങനെ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഒരു മാസ് ലീഡർ വേണം. അതല്ലേ, അത് കരുണാനിധി ആയിട്ടുണ്ടായിരുന്നു, MGR ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജയലളിതയും ഒരു മാസ് ലീഡർ ആയിരുന്നു. കുറേയേറെ പിഴവുകൾ, കുറേയേറെ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ അഴിമതി കേസുകളും ജയിൽ വാസവും ഒക്കെ അവർക്ക് ജയലളിത കരുണാനിധി എന്ന 78 വയസ്സോ മറ്റോ അദ്ദേഹത്തിനുണ്ട്. 2001 അദ്ദേഹത്തിന് വീട്ടിൽ രാത്രി കയറി വലിച്ച് ഇഴച്ച് കംപ്ലീറ്റ് അദ്ദേഹത്തിന് പഴയ ഒരു അതെ നിയമസഭയിൽ അവരുടെ മുടിക്ക് കുത്തിപ്പിടിച്ച പുറത്താക്കിയതിന്റെ ഒരു ദേഷ്യം തീർത്തതാണ് അവർ. പക്ഷേ അത് നെഗറ്റീവായിട്ട് വന്നു. അതിലാണ് അവർ ഏറ്റവും കൂടുതൽ അന്ന് പിന്നെ രജനീകാന്തും ഇതുപോലെ കരുണാനിധിക്ക് സപ്പോർട്ടായിട്ട് നിന്നു. അതേപോലെയാണ് ഇപ്പോൾ സ്റ്റാലിന് വേണ്ടിയിട്ട് അദ്ദേഹം നിൽക്കുന്നതെന്ന് പലരും അടക്കം പറയുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരമായി രജനീകാന്ത് അവരുടെ ഒപ്പം നിൽക്കുമോ എന്ന് പറയാൻ പറ്റില്ല. മോദിയും അമിത്ഷായും പുറകോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകാതിരിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതിന് അദ്ദേഹത്തിന് അവിടെ ഒരു വിധേയത്വം കൂടുതലുണ്ട്. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP ADMK മുന്നണിയും DMK മുന്നണിയും വിജയുടെ പാർട്ടിയും ചേർന്ന് കഴിഞ്ഞാൽ ഒരു നല്ല ത്രികോണ മത്സരം ഉണ്ടാവും. അതിൽ നിന്ന് BJPക്കും നേട്ടമുണ്ടാകും എന്നുള്ളതാണ് വരാൻ പോകുന്ന ഒരു സത്യം. ഓക്കെ. അപ്പോൾ എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന തമിഴ് വെട്രി കഴകം, ദളപതി വിജയുടെ പാർട്ടി വിജയിക്കാൻ തന്നെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മോട് പറയുന്നു. ഈ ജനക്കൂട്ടം വെറുതെയല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അദ്ദേഹത്തിൽ നിന്നും നല്ല ഒരു നേതൃത്വം പ്രതീക്ഷിച്ച്, നല്ലൊരു ഭരണം പ്രതീക്ഷിച്ച് അവർക്കൊപ്പം നിൽക്കുന്നതാണ് എന്ന് ഈ ചർച്ചയുടെ പറഞ്ഞു വയ്ക്കുകയാണ്. DMKക്ക് ബദലായി അത് BJP കൊണ്ടുവന്ന ഒരു രഹസ്യ ആയുധമാണ് എന്നും അഡ്വക്കേറ്റ് വേണുഗോപാൽ MS ഇവിടെ നിരീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പ്രത്യക്ഷത്തിൽ, അതായത് വിജയ് പ്രത്യക്ഷത്തിൽ BJPയെ എതിർക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ട്, ശക്തമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത് രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്നാണ് നമ്മുടെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇത് ഉദയനിധി സ്റ്റാലിന് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഒപ്പം തന്നെ സ്റ്റാലിന് ഇപ്പോൾ വലിയ പ്രഹരം ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ഈ ജനപിന്തുണയിൽ, വിജയുടെ ജനപിന്തുണയിൽ ഒക്കെ തന്നെ പകച്ച് അദ്ദേഹം നിൽക്കുകയാണ്, മറുതന്ത്രം പയറ്റുകയാണ്, രജനീകാന്തിനെ ഒപ്പം നിർത്താൻ ശ്രമിക്കുകയാണ്. ഇനി എത്രനാൾ രജനി അവർക്കൊപ്പം നിന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുമെന്നുള്ളതും കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും തമിഴ് രാഷ്ട്രീയം ഇനി കാണാൻ പോകുന്നത് ഒരു വലിയ സൂപ്പർ ഡ്യൂപ്പർ ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്ക് സമാനമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയായിരിക്കും, സ്റ്റാർ വാർസ് തന്നെയായിരിക്കും തമിഴ് രാഷ്ട്രീയ അംഗത്തിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സസ്പെൻസ് അത് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ഒരു 2020 മത്സരത്തിന് സമാനമായ രീതിയിൽ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം വിജയ സാധ്യതകൾ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുമാണ്. നേട്ടം കൊയ്യുമോ BJP ഇതിനിടയിൽ? അതാണ് ഇവിടുത്തെ ബിഗ് ക്വസ്റ്റ്യൻ. നമ്മൾ ഉത്തരം കാത്തിരിക്കുന്ന, കാലം നമ്മോട് പറയാൻ വെച്ചിരിക്കുന്ന വലിയ ചോദ്യം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം. നമസ്കാരം.